എങ്ങനെയാണ് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി പോലീസും സർക്കാർ സംവിധാനവും ശ്രമിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ് ഈ ജഡ്ജ്മെൻറ്റ്. പോലീസ് യൂണിഫോമിൽ ഈ പീഡനം നടന്നു എന്നറിയപ്പെടുന്ന സ്കൂൾ ബാത്റൂമിൽ കുട്ടിയെ തെളിവെടുക്കാൻ കൊണ്ടുവന്ന് പോലീസ് യൂണിഫോമിലാണ്. അത്തരം സംഭവങ്ങളിൽ, പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളും പീഡനത്തിനിരയാകുന്ന സംഭവങ്ങളിൽ പോലീസ് യൂണിഫോമിൽ സ്റ്റേറ്റ്മെൻറ്റ് പോലും എടുക്കരുത് എന്ന് കോടതിയുടെ വിധിയുണ്ട്. അത് മറികടന്നുകൊണ്ട് കുട്ടിയെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിലെ തെളിവെടുപ്പ് നടത്തിയതും സ്റ്റേറ്റ്മെൻറ്റ് എടുത്തതെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവസാനമായിട്ട് അഘനയുടെ അവസാനമാണ് പറയുന്നത്, ഈ കൗൺസിലർമാരെ പറ്റി കുട്ടിയുടെ മാതാവ് ഈ ശിശുക്ഷേമ മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ഇനിയെങ്കിലും അതിലൊരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയെങ്കിലും എന്ന് പറഞ്ഞാൽ മന്ത്രി സ്ഥാനം ഒഴിഞ്ഞു. മന്ത്രി ഇപ്പോൾ മന്ത്രിയല്ല, അവരിപ്പോൾ MLA മാത്രമാണ്. ആ വിമർശനം സർക്കാരിനെതിരെയായിട്ടുള്ള വിമർശനമാണ്. ഇനിയെങ്കിലും എന്ന് പറഞ്ഞാൽ കെ ശൈലജ ഒരു മോശം മിനിസ്റ്ററാണെന്നോ ഒരു മോശം രാഷ്ട്രീയക്കാരിയാണെന്നോ വ്യക്തിപരമായിട്ട് എനിക്ക് അഭിപ്രായമില്ല. അവരൊരു മികച്ച മന്ത്രി തന്നെയാണ്, മികച്ച അഡ്മിനിസ്ട്രേറ്ററാണ്, അവരെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്ന് മാത്രമല്ല, ഞാൻ വ്യക്തിപരമായിട്ട് അവരുടെ മുമ്പിൽ എനിക്ക് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മിനിസ്റ്റർ നിങ്ങളാണെന്ന് അവരുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് ആ സമയത്ത് അവരെ പറ്റിയുള്ളൊരു ഇമ്പ്രഷൻ്റെ പുറത്ത് പറഞ്ഞാണ്. പിന്നീട് എനിക്ക് അഭിപ്രായം മാറിയിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് പോലീസിൻ്റെ RSS വൽക്കരണം, രണ്ട് പോക്സോ കേസുകൾ. ഞാൻ അന്ന് ഔട്ട് ഹൗസിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഈ രണ്ട് വിഷയം അത് പിണറായി വിജയൻ സർക്കാരിൻ്റെയും CPMൻ്റെയും പോളിസിയുടെ ഭാഗമായി തന്നെ നടക്കുന്നതാണ്. അത് എന്തെങ്കിലും ഒരു അബറേഷനല്ല, ഒരു വീഴ്ച സംഭവിക്കുന്നതല്ല. ഒരു സർക്കാരിന് പറ്റുന്ന നടപടിക്രമങ്ങളിൽ വരുന്ന ഒരു വീഴ്ചയോ അല്ലെങ്കിൽ ഒരു കാര്യം എക്സിക്യൂട്ടീവ് ഉണ്ടാകുന്ന വീഴ്ചയോ അല്ലെങ്കിൽ അശ്രദ്ധയോ ജാഗ്രതക്കുറവോ മറവിയോ ഒന്നുമല്ല. അത് ഈ സർക്കാർ ബോധപൂർവം ചെയ്യുന്ന രണ്ട് കാര്യങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു കാര്യം, ഇപ്പോൾ പോക്സോ കേസുകളായിരുന്നു തന്നെ എടുക്കുക. ഇപ്പോൾ ഈ കോടതി വിധിയിൽ ഈ കോടതി വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പെർട്ടിനൻ്റായിട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം, എങ്ങനെയാണ് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി പോലീസും സർക്കാർ സംവിധാനവും ശ്രമിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ് ഈ ജഡ്ജ്മെൻറ്റ്. അത് ഒന്ന്, കൗൺസിലർമാർ ഈ കുട്ടിയെ സമീപിച്ച് ചോദിച്ച ചോദ്യങ്ങൾ തന്നെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു 10 വയസ്സുകാരിയോട് ഒരു കാരണവശാലും ഒരു സാധാരണക്കാരൻ ചോദിക്കാത്തൊരു കാര്യങ്ങൾ ഈ കൗൺസിലർമാർ എന്ന പേരിൽ ചോദിക്കുകയാണ്. ചോദിക്കുന്നത് അശ്ലീലമാണ്, ശിശുവിരുദ്ധമാണ്, മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങളാണ് കോടതി അതിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പറയുന്ന ജഡ്ജ്മെൻറ്റിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതെനിക്ക് വായിക്കാൻ പോലും തോന്നുന്നില്ല, അത് ഉദ്ധരിക്കാൻ പോലും പറ്റില്ല. അശ്ലീലമായ ചോദ്യങ്ങൾ ഒരു 10 വയസ്സുകാരോട് ചോദിക്കുകയാണ്. അത് പോട്ടെ, ഒരു തരത്തിലും ഈ കുട്ടിയുടെ പരാതിയുമായി അല്ലെങ്കിൽ ഇരയുടെ പരാതിയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് കൗൺസിലർമാർ ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം, ഈ പരാതി ഉണ്ടാവാൻ കാരണം, ഞാൻ പൗരത്വ നിയമത്തെക്കുറിച്ച് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിനെതിരെ പേരൻസിൻ്റെ ഭാഗത്ത് നിന്ന് എതിർപ്പ് ഉയർന്നിരുന്നു. അങ്ങനെ എതിർപ്പ് ഉയർത്തിയ ഒരാളാണ് ഈ കുട്ടിയുടെ പേരൻറ്റും. അതിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ പക കൊണ്ടാണ് ഈ പരാതി കള്ളപ്പരാതിയാണ് എന്നൊരു വാദം ഈ പ്രതിക്കുണ്ടായിരുന്നു, അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രതിയുടെ വാദം മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് കൗൺസിലർ ചോദിക്കുന്ന ചോദ്യം, പൗരത്വ നിയമത്തെക്കുറിച്ച് കുട്ടി എപ്പോഴാണ് അറിഞ്ഞത്? ഒരു 10 വയസ്സുകാരോടാണ് ചോദിക്കുന്നത്. പൗരത്വ നിയമം എന്താണെന്ന് പോലും ആ കുട്ടിക്ക് അറിയുന്നുണ്ടാവില്ല, അതിൻ്റെ ഇംപ്ലിക്കേഷനോ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷനോ അറിയുന്നുണ്ടാവില്ല. ആ കുട്ടിയോട് ചോദിക്കുകയാണ്. അതായത് ആ കുട്ടി എന്ത് മറുപടി പറഞ്ഞാലും അത് ആ കുട്ടിക്കെതിരെ ഉപയോഗിക്കാൻ, ഇരയ്ക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് കൗൺസിലർമാർ ചോദിക്കുന്നത്. കാരണം വേറൊരു നറേറ്റീവ് ഈ കൗൺസിലർമാർ തന്നെ സൃഷ്ടിക്കുകയാണ്. എന്താണ്, ഈ കുട്ടി നിരന്തരം നുണ പറയുന്ന ആളാണെന്നും ഭാവനയിൽ കാര്യങ്ങൾ പറയുന്ന ആളാണെന്നും വരുത്തി തീർക്കുക എന്നുള്ളതായിരുന്നു ഈ കൗൺസിലർമാരുടെ ലക്ഷ്യമെന്ന് കോടതി വളരെ കൃത്യമായിട്ട് അതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരു അമ്പലത്തിൽ പോയിരുന്നോ, അവിടെ ഒരു സ്വാമിയെ കണ്ടിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതായത് ഈ കേസുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഏതോ അമ്പലത്തിൽ ഈ കുട്ടിയെ ഈ പ്രതി കൊണ്ടുപോയിരുന്നു എന്ന് കൗൺസിലർമാർ തന്നെ ഈ കുട്ടിയുടെ വായിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചില വാക്കുകൾ. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ എന്ത് പറഞ്ഞാലും അത് ആ കുട്ടിക്കെതിരായിട്ട് വരും. അപ്പോൾ എങ്ങനെയാണ് വളരെ ആസൂത്രിതമായി ഒരു 10 വയസ്സുകാരിയുടെ പരാതി, ആ ഒരു സാക്ഷിയെ ആസൂത്രിതമായ കേസ് അട്ടിമറിക്കാൻ നടന്ന ഗൂഢാലോചനയും ശ്രമങ്ങളും വളരെ കൃത്യമായിട്ട് കോടതി ജഡ്ജ്മെൻറ്റിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പോലീസ് നടത്തിയ നിയമവിരുദ്ധവും നടപടിക്രമങ്ങൾക്ക് ബാഹ്യവുമായ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പോലീസ് യൂണിഫോമിൽ ഈ പീഡനം നടന്നു എന്നറിയപ്പെടുന്ന സ്കൂൾ ബാത്റൂമിൽ കുട്ടിയെ തെളിവെടുക്കാൻ കൊണ്ടുവന്ന് പോലീസ് യൂണിഫോമിലാണ്. അത്തരം സംഭവങ്ങളിൽ, പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളും പീഡനത്തിനിരയാകുന്ന സംഭവങ്ങളിൽ
പോലീസ് യൂണിഫോമിൽ സ്റ്റേറ്റ്മെൻറ്റ് പോലും എടുക്കരുത് എന്ന് കോടതിയുടെ വിധിയുണ്ട്. അത് മറികടന്നുകൊണ്ട് കുട്ടിയെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിലെ തെളിവെടുപ്പ് നടത്തിയതും സ്റ്റേറ്റ്മെൻറ്റ് എടുത്തതെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്ന അട്ടിമറി ശ്രമങ്ങൾ നമ്മൾ മുമ്പ് തന്നെ പലവട്ടം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. അട്ടിമറി ശ്രമങ്ങൾ പലവട്ടം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. അത് കോടതി കൃത്യമായി വരച്ച് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ കൗൺസിലർമാർ കോടതി ഈ കാര്യങ്ങൾ കോട്ട് ചെയ്ത് മുഴുവൻ ചോദ്യങ്ങളും കോടതി ഈ ജഡ്ജ്മെൻറ്റിൽ കോട്ട് ചെയ്യുന്നുണ്ട്. കൗൺസിലർമാർ എങ്ങനെയാണ് കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഒരു കുട്ടിയോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള മറ്റൊരു തരത്തിലുള്ള ഇൻട്രോഗേഷൻ, മറ്റൊരു തരത്തിലുള്ള ബ്രെയിൻ വാഷിംഗ്, അതിനെക്കുറിച്ചുള്ള കൃത്യമായ ബ്ലൂ പ്രിൻ്റ് ആ ജഡ്ജ്മെൻറ്റിലുണ്ട്. അവസാനമായിട്ട് അങ്ങനെയുടെ അവസാനമാണ് പറയുന്നത്, ഈ കൗൺസിലർമാരെ പറ്റി കുട്ടിയുടെ മാതാവ് ഈ ശിശുക്ഷേമ മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ഇനിയെങ്കിലും അതിലൊരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയെങ്കിലും എന്ന് പറഞ്ഞാൽ മന്ത്രി സ്ഥാനം ഒഴിഞ്ഞു. മന്ത്രി ഇപ്പോൾ മന്ത്രിയല്ല, അവരിപ്പോഴേ MLA മാത്രമാണ്. ആ വിമർശനം സർക്കാരിനെതിരെയായിട്ടുള്ള വിമർശനമാണ്. ഇനിയെങ്കിലും എന്ന് പറഞ്ഞാൽ